15 വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ക്ലൈന്റ് ആയിരുന്നു. അയക്ക് ലാസ്റ്റ് ഇപ്പൊ ക്ലെയിം വന്നിട്ട് കിട്ടിയില്ല വെച്ചാൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി നിൽക്കുന്ന ടൈമിൽ ക്ലെയിം പാസ്സായിട്ടില്ല. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ടൈമിലാണ് അറിയുന്നത് പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർ കുറി ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഇവർ കുറിക്ക് റിപ്ലൈ ഇട്ടിട്ടില്ല. ആ റിപ്ലൈ ഇടാത്ത കാരണത്താലാണ് അവർക്ക് കിട്ടാതെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന്. കാരണം ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലുമായിട്ടല്ലേ, അല്ലാതെ ഇപ്പൊ ക്ലയന്റിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ക്ലയന്റിനും ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് ഏജന്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവര് ഇട്ടത് നമ്മൾ കറക്റ്റ് ഹോസ്പിറ്റലിൽ റിപ്ലൈ അപ്പൊ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും അവര് തമ്മിൽ കൊടുക്കുമ്പോൾ ക്ലെയിമിന് ബുദ്ധിമുട്ട് വരില്ല. ഇത് പിന്നെ രണ്ടാമത് എല്ലാ പേപ്പേഴ്സും നമ്മൾ ചെന്ന് നിന്ന് റെഡിയാക്കി അയച്ചിട്ടാണ് ക്ലെയിം കിട്ടിയത്. ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്നുള്ള ഡീലെ കാരണമാണ് കിട്ടാതിരുന്നത്. അതെ, ശരിക്കും നമുക്ക് ഒരുപാട് ക്ലെയിമുകൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. കാരണം ചിലപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് ബിസി ആയിട്ടായിരിക്കാം, പക്ഷെ ഹോസ്പിറ്റലിൽ ബിസി ആണെങ്കിലും ബിസി അല്ലെങ്കിലും ഇവിടെ ക്ലയന്റ് ആണ് ബുദ്ധിമുട്ടുന്നത്. ഇൻഷുറൻസ് കാരണം ഇവര് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന വയസ്സാണ് ശരിക്കും ശ്രദ്ധിക്കണം. മൊബൈലിൽ മെസ്സേജുകൾ വരും, മെസ്സേജ് നോക്കിയിട്ട് കൊറി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാരെ ഒന്ന് നിർബന്ധിക്കുക കൊറി സ്പീഡിനാക്കാൻ. കൊറിയൊക്കെ സ്പീഡിന് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. പക്ഷെ കൂടുതലും ക്ലെയിം റിജക്ഷനും ഡിലേയും വരുന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന്. അതെ.